വിഘ്നഹന്താവായ വിഘ്നേശ്വരനെ പറ്റിയുള്ള ശ്ലോകമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വിഘ്ന നിവാരണത്തിനും വിജയത്തിനും അനിവാര്യവും അനുപേക്ഷണീയവുമാണ് ഗണേശ പൂജ. സദാ ബ്രഹ്മഭൂതം വികാരാദിഹീനം വികാരാദിഭൂതം മഹേശാദിവന്ദ്യം അപാരസ്വരൂപം സ്വസംവേദ്യമേകം നമാമി സദാ വക്രതുണ്ടം ഭജേഹം. ധവളവസ്ത്രത്താൽ ആവൃതനും സർവവ്യാപിയും ചന്ദ്രശോഭയോടു കൂടിയവനും ചതുർഭുജനും പ്രസന്നവദനനും വളഞ്ഞ തുമ്പിക്കൈയോടു കൂടിയവനും ഭീമാകാരനും ദശലക്ഷക്കണക്കിന് സൂര്യന്മാരുടെ ശോഭയാർന്നവനുമായ ഗണേശ ഭഗവാനെ പ്രകീർത്തിക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ അകന്ന് സർവവും ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ഉണ്ടാക്കുന്നതാണ് മേൽ ഉദ്ധരിച്ച ധ്യാന ശ്ലോകം. ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ് ചുമന്ന അരളിപ്പൂവ്. ഇത് ഗണേശകുസുമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉച്ചപൂജയ്ക്ക് ചുവന്ന അരളി പൂവ് വിശേഷമാണ്. ചെന്താമര, ആമ്പൽ, ചെത്തി എന്നിവയും ഉച്ചപൂജയ്ക്ക് വിശേഷമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അശാന്തികൾക്കും കാരണം ഗണേശ ഭഗവാന്റെ പ്രീതിക്കുറവാണ്. ആയതിനാൽ വിനായക ഗായത്രി ജീവിതത്തിൽ ജപിച്ചാൽ, അതോടൊപ്പം ഗൗരി ഗായത്രിയും ജപിക്കുകയാണെങ്കിൽ അശാന്തികൾ മാറി തികച്ചും വിഘ്നരഹിതമായ ഒരു ജീവിതം നമ്മൾക്ക് മുന്നിൽ തുറന്നു കിട്ടും. ഇതാണ് വിനായക ഗായത്രി. ഓം തത്പുരുഷായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇതോടൊപ്പം ജപിക്കേണ്ട ഗൗരി ഗായത്രിയാണ് ഓം സുഭഗായൈ വിദ്മഹേ കാമമാലിന്യൈ ധീമഹി തന്നോ ഗൗരി പ്രചോദയാത്. ഓം വിഘ്നേശ്വരായ നമഃ.